ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുസ്ലിമിൻ്റെ ആധിപത്യം അവിടെ ഭരണം വരാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നാട് ഇവിടെയാണ്. അവരൊക്കെ ഭരണത്തിൽ വന്നാൽ നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മുസ്ലിം ആധിപത്യം ഇവിടെ വന്നിട്ടെ അങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങൾ ഹിന്ദു സഹോദരങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണം. ഞാൻ സമ്മതിക്കില്ല. ഞാൻ പോയി തരാം. ഞങ്ങൾ മുസ്ലിമുകൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ, ഞങ്ങളുടെ കരലിനെ കഷ്ണങ്ങളായ ഹിന്ദു സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ ഹൈന്ദവ സഹോദരങ്ങൾ അവർ ആത്മഹത്യയിലേക്ക് പോകുന്നതും ഒറ്റപ്പെടുന്നതും ഇകഴ്ത്തപ്പെടുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി തരികയാണ്. എന്നെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, എന്നെ തടയരുത്. പക്ഷെ ഒറ്റ കാര്യം അവസാനമായിട്ട് പറയുകയാണ്, പോകുന്നതിന് മുമ്പ് എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് ഒറ്റ കാര്യം മാത്രം പറയുകയാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടെ ജീവിക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഉള്ളപ്പോഴാണ് ഹിന്ദു എന്ന വ്യാപക അർത്ഥത്തിൻ്റെ പരിധിയിൽ ഇവിടെയുള്ള പിന്നോക്കക്കാരൊക്കെ വരിക. ഇല്ലെങ്കിൽ മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും സവർണനും അവർണനും എന്ന 2-3 തട്ടൊക്കെയായിട്ട് തിരിച്ചിട്ട് ഒരു വിഭാഗത്തെ പൂർണ്ണാർത്ഥത്തിൽ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്തതാണ് ഭൂതകാല ചരിത്രം ഞാൻ വായിച്ചിട്ടുള്ളത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ ഒരുപാട് പുരോഗമിച്ചില്ലേ. ഇപ്പം ഈ 21-ാം നൂറ്റാണ്ടിൽ 2025 നമ്മളൊക്കെ നിൽക്കുന്നത്. ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ? ഇന്നിപ്പോൾ നിലവിൽ ഭരിക്കുന്നത് മുസ്ലിം അല്ലല്ലോ. ഇന്ന് രാജ്യം ഭരിക്കുന്ന മുസ്ലിം അല്ലല്ലോ. അല്ല. ഇന്ന് പാവപ്പെട്ട ഹിന്ദുവിന് മോചനം കിട്ടിയോ? ഫോർ എക്സാമ്പിൾ, ഞാൻ പോകുന്നതിന് മുമ്പ് അവസാനമായി, എന്നെ തടയരുത്, അവസാനമായി ഞാനൊരു കാര്യം കാണിച്ചു തരാണ്. ഒന്ന് കണ്ടുനോക്കി. ഒരു വാർത്തയാണ്. ശ്രീകോവിലിനുള്ളിൽ കയറിയെന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടയാൾ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ. ആലപ്പുഴ തുറവൂർ TD ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ്. ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് ASI സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിരുന്നു. ഈ വാർത്ത നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ? ഇത് മുസൽമാൻ ഭരിക്കുന്ന രാജ്യത്താണോ? ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികയിൽ മുസൽമാനാണോ ഇരിക്കുന്നത്? അല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ആരാണ്? മുസൽമാനാണോ? അല്ല. ഇവിടെ ഈ പാവപ്പെട്ട ഹൈന്ദവ സഹോദരനെ ഉപദ്രവിച്ചതാരാണ്? തല്ലിയതാരാണ്? അവസാനം അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതാരാണ്? അല്ല, നമ്മളാരുമല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞാനിവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാം. പോട്ടെ. അടുത്തത് നമ്മുടെ ഈ 21-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിലൊന്നും 21-ാം നൂറ്റാണ്ടിലെ ചില വാർത്തകൾ നിങ്ങളിന്ന് കേൾപ്പിക്കാം. എന്നിട്ട് പറയണം ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നതും ഇതിന് മുമ്പ് ഭരിച്ചതൊക്കെ മുസൽമാന്മാരാണെന്ന് നോക്കണം. ഈ വാർത്തയിൽ കാണാൻ പോകുന്ന സംഭവ വികാസങ്ങൾ മുഴുവനും മുസൽമാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലാണോ എന്ന് നിങ്ങൾ പറയണം. മുസൽമാനാണോ ഇതിന്റെ പിന്നിലെന്ന് നിങ്ങൾ പറയണം. ജാതി വിവേചനം കൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് BJP. എല്ലാ പദവികളും സവർണ ജാതിക്കാർ പങ്കിട്ടെടുക്കുന്നു. സഹപ്രവർത്തകരിൽ നിന്ന് കടുത്ത ജാതി വിവേചനം നേരിടുന്നുവെന്ന് അട്ടപ്പാടി അഗളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ. സിവിൽ പോലീസ് ഓഫീസറായ അട്ടപ്പാടി കടുകുമണ്ണ ഊരിലെ ഹരിദാസാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം എന്ന ആക്ഷേപം ഉയരുന്നു. കഴകം പ്രവർത്തിക്ക് നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി VA ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കാലം ഇത്ര മാറിയിട്ടും തന്ത്രിമാർക്ക് നേരം പുലർന്നിട്ടില്ല എന്നാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ 24 പ്രതികരിച്ചത്. ശബരിമല മേൽശാന്തി നിയമനത്തിൽ ജാതി വിവേചനം. ഈഴവ സമുദായ അംഗമായ ശാന്തിയുടെ അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിരസിച്ചു. മലയാള ബ്രാഹ്മണനല്ലാത്തതിനാൽ അവസരം നൽകാനാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്. ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ താൻ ജാതി വിവേചനം നേരിട്ടുവെന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ. ഒരു ക്ഷേത്രത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ജാതിയുടെ പേരിൽ തന്നെ മാറ്റി നിർത്തിയതെന്നാണ് മന്ത്രിയുടെ തുറന്നുപറച്ചിൽ. തൃശൂർ മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിക്ക് ജാതി ഭ്രഷ്ട് എന്ന് പരാതി. പട്ടികവർഗക്കാരായ ജീവനക്കാരെ മാത്രം ഇടുങ്ങിയ മുറിയിൽ താമസിപ്പിച്ചത് ചോദ്യം ചെയ്ത ജീവനക്കാരിയോട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. കണ്ടല്ലോ കേട്ടല്ലോ അല്ലേ? ഞാൻ നാട് വിടുന്നതിന് ഒരു കാര്യം കൂടി പറയാണ്. ലോകം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിലും ജാതി പറഞ്ഞ് മേൽത്തട്ടും കീഴ്ത്തട്ടും പറഞ്ഞ് മനുഷ്യരെ അറപ്പോടുകൂടി കാണുന്നത് ആരാണ്? മുസൽമാനാണ്. എന്നാൽ 1400 വർഷങ്ങൾക്കപ്പുറം ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, നേരാവണ്ണം രുചികരമായൊരു ആഹാരം നമ്മൾ ഇന്ന് കഴിക്കുന്നത് അന്ന് കഴിച്ചിട്ടില്ലാത്ത, തികച്ചും ഒരു പൂർണ്ണമായ വസ്ത്രം പോലും ധരിക്കാൻ അത്രയും പ്രൗഢിയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇല്ലായ്മക്കാരനും വല്ലായ്മക്കാരനോടും ഒരു പ്രവാചകർ സിനിമയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്താണെന്നേ? മുസൽമാനല്ല, ഒരു ഹൈന്ദവ സഹോദരൻ പഠിപ്പിച്ചു തരും. ഒന്ന് കേട്ടോളി. കളക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എനിക്ക് ജാതിയുടെ പേരിൽ അയുത്തം നേരിടേണ്ടി വരികയും എനിക്ക് വേണ്ടിയും എൻ്റെ സുഹൃത്തിന് വേണ്ടിയും പ്രത്യേക ഹാജർ പുസ്തകം വെക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഹൃദയം കൊണ്ടോർത്ത് 1450 വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു പ്രവാചകരെ. അങ്ങനെയാണ് നബി, എൻ്റെ മുത്ത് നബി മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായത്.
ആ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല, എൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലും എൻ്റെ കണ്ണറിയാതെ നിറയുകയും ചെയ്തു. അവസാനമായി ഒന്നുകൂടി പറഞ്ഞോട്ടെ, ആ മനുഷ്യൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുക മാത്രമല്ല, പറയുമ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നത് കണ്ടില്ലേ? കണ്ണ് നിറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കടന്നുപോയ ജീവിത യാഥാർത്ഥ്യങ്ങൾ, ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ജാതീയപരമായ വേർതിരിവ്. അപ്പോഴും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നത് 1400 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരു നേതാവ് മനുഷ്യനെ മനുഷ്യനായി കണ്ടു, കറുത്തവനെയും വെളുത്തവനും ഒരു പാത്രത്തിൽ ഊട്ടി. എന്നിട്ട് ആ സമൂഹത്തോട് പറഞ്ഞു, കറുത്തവനും വെളുത്തവനും ഇവിടെ പ്രത്യേകമായ സീറ്റൊന്നുമില്ല, ഇവിടെ അറബിക്കും അനറബിക്കും ഒന്നുമില്ല, ധാർമ്മിക നിഷ്ഠയുള്ള ജീവിതം കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ അടുക്കൽ പ്രീതി ലഭിക്കൂ, സംപ്രീതി ലഭിക്കൂ, സ്ഥാനം ലഭിക്കൂ എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു. അപ്പോൾ അവർ മത്സര്യ ബുദ്ധിയോടുകൂടി നന്മ ചെയ്യാൻ അവർ ഒന്നിച്ച് തീരുമാനിച്ചു. അപ്പോൾ പരിഹാസമില്ല, കളിയാക്കലില്ല. വെളുത്തവൻ കറുത്തവനെ ഒട്ടിയിരിക്കാൻ കൂടുതൽ താല്പര്യം കാണിച്ചു. കാരണം എന്തുകൊണ്ടാണ്? വേർതിരിവ് കാണിക്കാത്തവനാണ് യഥാർത്ഥ മനുഷ്യനെന്ന് ആ നേതാവ് ഓടിപ്പിച്ചു. ഓക്കെ.